എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബിൻദാസ് വട്ടപ്പാറ. ടെക്നിക്സ് ഓഫ് ക്രിയേഷൻസ് എന്ന ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഓൾഡ് മോഡൽ ടേബിൾ ഫാൻ റീവൈൻഡിങ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ വൈൻഡിങ് ഡീറ്റെയിൽസ് എങ്ങനെ എടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കോയിലുകൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നും മോട്ടോർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ വൈൻഡിങ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നും വളരെ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ എങ്ങനെയാണ് ഈ ഫാനിൻ്റെ വൈൻഡിങ് ഡീറ്റെയിൽസ് എടുക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു പഴയ മോഡൽ ടേബിൾ ഫാനാണ്. ആദ്യം ഇത് ഓപ്പൺ ചെയ്ത് കോയിലുകൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. മൂന്ന് വയറുകളാണ് മോട്ടോറിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ 3 വയറുകളും അടിയിലുള്ള ബോക്സിലേക്കാണ് പോകുന്നത്. അടിയിലുള്ള ബോക്സിൽ ഒരു റെസിസ്റ്റർ, ഒരു കപ്പാസിറ്റർ, ഒരു സ്പീഡ് കൺട്രോൾ സ്വിച്ച് എന്നിവയാണ് ഉള്ളത്. ഇതാണ് ഈ ഫാനിൻ്റെ വയറിംഗ് ഡയഗ്രാം. കോയിലുകൾ ചെക്ക് ചെയ്യുകയാണ്. 100 വാട്ട്സ് ബൾബാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഒരു സെറ്റ് കോയിൽ മാത്രമേ കണ്ടിന്യൂറ്റി കാണിക്കുന്നുള്ളൂ. അടുത്ത സെറ്റ് കോയിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. വൈൻഡിങ് തകരാറായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. റീവൈൻഡിങ് തന്നെയാണ് ഇതിനുള്ള പ്രതിവിധി. ഈ മോട്ടോറിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ വൈൻഡിങ് ഡീറ്റെയിൽസിൽ തന്നെയാണ് റീവൈൻഡിങ് ചെയ്യുന്നത്. ഇനി മോട്ടോർ ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് വൈൻഡിങ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. എട്ട് സെറ്റ് കോയിലുകളാണ് ഇതിനുള്ളത്. നാല് സെറ്റ് കോയിലുകൾ റണ്ണിംഗ് വൈൻഡിങ്ങിന് വേണ്ടിയും അടുത്ത 4 സെറ്റ് കോയിലുകൾ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് വേണ്ടിയാണ്.
ലീഡ് വയറിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യുകയാണ്. ഒരു സെറ്റ് കോയിലിൽ എത്ര ചുറ്റുകളുണ്ടെന്നാണ് ഇനി നോക്കുന്നത്. വാർണിഷ് ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് കോയിലുകൾ പരസ്പരം ഒട്ടിയിരിക്കുകയാണ്. തടിയുടെ പീസ് ഉപയോഗിച്ച് നല്ലവണ്ണം തല്ലിയെടുക്കുകയാണ്. എത്ര ചുറ്റുകളുണ്ടെന്ന് എണ്ണാൻ തുടങ്ങുകയാണ്. എണ്ണം ഓരോ 100 ആകുമ്പോഴും അതിനെ പ്രത്യേകം ചുറ്റി മാറ്റുകയാണ്. എണ്ണം തെറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേ രീതിയിൽ വരുന്ന കോറുകൾക്കെല്ലാം 8 സെറ്റ് കോയിലുകളും ഒരേ എണ്ണമായിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സെറ്റ് കോയിലിൻ്റെ എണ്ണം എടുത്താൽ മതിയാകും. ചുറ്റുകളുടെ എണ്ണം കിട്ടിയിട്ടുണ്ട്. മൊത്തം 945 ചുറ്റുകളാണ് ഉള്ളത്. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വയറിൻ്റെ ഗേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇതിൽ നിന്നും 1-2
പീസ് വയർ എടുത്തു മാറ്റുകയാണ്. നമ്മുടെ കയ്യിൽ മൈക്രോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ വയർ വിൽക്കുന്ന ഷോപ്പിൽ ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. എത്ര ഗ്രാം വയറാണ് ഇതിൻ്റെ വൈൻഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇനി അറിയുവാനുള്ളത്. അതിന് കട്ട് ചെയ്ത കോയിലുകളെല്ലാം ചേർത്തെടുത്ത് തൂക്കം നോക്കിയാൽ മതിയാകും. ഇപ്പോൾ ഈ ഫാനിൻ്റെ എല്ലാ വൈൻഡിങ് ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഫാനിൻ്റെ വൈൻഡിങ് ഡീറ്റെയിൽസ് എടുത്തത് എന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.